ഇത് നമ്മൾ
ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഉയരം വരുന്നത്. അപ്പൊ ഈ സമാന്തരികത്തിലോ ഇവിടുന്ന് ഇങ്ങനെ വരും. അപ്പൊ ഇവിടെ നമ്മൾ h ആയിട്ട് എടുത്തു. അപ്പൊ ഇത് എന്തായിരിക്കും? h തന്നെ ആയിരിക്കും. അതായത് ഇവിടെ h തന്നെ ആയിരിക്കും. അപ്പൊ രണ്ട് അളവുകൾ കിട്ടിയല്ലോ. ഇനി ഇതിന്റെ പരപ്പളവ് എഴുതാലോ. എന്താ? ട്രയാങ്കിൾ DBC. രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവ് നമുക്ക് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കാം? സമാന്തരികത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാം. അല്ലെ എങ്ങനെയാ? ഇത് രണ്ട് കൂട്ടിയാൽ മതി. അപ്പൊ എന്താ? സമാന്തരികത്തിന്റെ പരപ്പളവ് സമം എന്താ? half pH plus half pH. അതായത് 2 into half pH അല്ലേ? 2 into കട്ട് ചെയ്യാം. അപ്പോൾ B into H. B എന്താണ്? ഈ ഒരു വശമാണ്. H എന്താണ്? ഈ താഴത്തെ വശവും മേലത്തെ വശവും തമ്മിലുള്ള അകലമാണ്. അപ്പോൾ നമുക്ക് പൊതുവായിട്ട് എങ്ങനെ പറയാം? ഒരു സമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഒരു വശത്തിന്റെയും അതിന്റെ എതിർവശത്തേക്കുമുള്ള അകലങ്ങളുടെ ഗുണനഫലമാണ്. ഇതാ സമാന്തരികത്തിന്റെ ഫലമാണ്. ഓക്കെ, അപ്പം ഈ ഒരു വശം മാത്രമല്ല, നമുക്ക് ചോദ്യത്തിൽ ഈ വശം തന്നിട്ടുണ്ടെങ്കിൽ ഇതും ഇതിന്റെ എതിർവശവും തമ്മിലുള്ള അകലമാണ് എടുക്കേണ്ടത്. ഒരു വശവും അതിന്റെ എതിർവശവും തമ്മിലുള്ള അകലത്തിന്റെ ഗുണനഫലമാണ് എന്ത്? സമാന്തരികത്തിന്റെ പരപ്പളവ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.